ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മൂന്നാൾ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആദർശം ഉറങ്ങിയിട്ടില്ല, തനുട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. രണ്ടുപേരും എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ആദർശിന് ഞാൻ ടീ വെച്ച് കൊടുത്തു, അവൻ ദാ കാത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ പാലും കൂടെ കുടിക്കുന്നുണ്ട്. അവൻ കുറച്ച് ഭക്ഷണമേ കഴിച്ചിട്ടുള്ളൂ. തനുട്ടിയാണെങ്കിൽ കണ്ടോ, ടി വിക്കകത്ത് നോക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ആദർശ് കുരുത്തക്കേടും കാണിക്കുന്നുണ്ട്. പാലും കുപ്പി എടുത്ത് എൻ്റെ പുറകിൽ വെച്ച് ഒളിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും തനുട്ടിയും കൂടെ ഭയങ്കര സംസാരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നിമിഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. എത്രയൊക്കെ നമുക്ക് മനസ്സിന് സങ്കടങ്ങളുണ്ടെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു വേദനയൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കും. ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരക്കുറവാണ്. ഭാര്യയും ഭർത്താവും അധികം സംസാരിക്കാറില്ല, കൂടാതെ കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വരും. നമ്മുടെ കുടുംബജീവിതം താളം തെറ്റുകയും ചെയ്യുന്നത്. എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ മക്കളുമായിട്ട് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ആദർശാണെങ്കിൽ കൂടെ തനൂട്ടിനെ വന്ന് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദർശ് ഉറങ്ങി കേട്ടോ. തനൂട്ടി ഒരു പൂച്ചയുറക്കം കഴിഞ്ഞിട്ട് വീണ്ടും എണീറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഹാളിൽ കൊണ്ട് കിടത്തിയിട്ട് അവളും ഞാനുമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോഴത്തേക്കിന് അവൾ കമന്ന് വീണിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഭയങ്കര വികൃതിയാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം തനൂട്ടി ഉറങ്ങി. ഇവരൊക്കെ ഉറങ്ങിയ സമയത്താണ് ഞാൻ ക്ലീനിങ് ഒക്കെ നടത്താറുള്ളത് കേട്ടോ. അങ്ങനെ തറയൊക്കെ തൂത്ത് വാരുകയാണ്. എത്രയൊക്കെ തൂത്തെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഒരുപാട് പൊടികൾ കാണും. അതുപോലെ തന്നെ ചിലന്തി വലയൊക്കെ കാണും കേട്ടോ. അങ്ങനെ എല്ലാം തൂത്ത് വാരുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുടയ്ക്കാനായിട്ട്. അപ്പോഴത്തേക്കിന് ആദർശ് എണീറ്റ് വന്ന് പിന്നെ ഞാൻ അവന് വീണ്ടും ടീ വെച്ച് കൊടുത്തിട്ട് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് എടുത്ത് കൊടുത്തു കേട്ടോ. അവൻ അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് തന്നെ തൂക്കുവാണ് കേട്ടോ. ഞാൻ എത്ര തൂത്താലും കുറേ കഴിയുമ്പോഴത്തേക്കിന് ആദർശ് വന്ന് എന്തെങ്കിലുമൊക്കെ ഇലകളോ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാളിലൊക്കെ ആക്കിയിടും കേട്ടോ. അപ്പോൾ വീണ്ടും വന്ന് തൂക്കലാണ് എൻ്റെ പണി കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാ റൂമും ഞാനിങ്ങനെ തൂക്കുവാണ് കേട്ടോ. സോഫയൊക്കെ ഞാൻ ആദ്യമേ കുടഞ്ഞ് വിരിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ സോഫയിൽ അധികം പൊടിയില്ല. പിന്നെ തറ മാത്രം ഇങ്ങനെ തൂത്താൽ മതി. അങ്ങനെ കുറേ നേരം എടുത്ത് തൂക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് തുടയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കിന് എല്ലാ റൂമും തുടച്ച് വന്നപ്പോൾ വാഷ് ബേസിൻ വന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒരു സമാധാനവും. പിന്നെ അടുക്കളയിലേക്ക് കയറും. ആദ്യം ചായ ഇടുകയാണ് കേട്ടോ. ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ വീണ്ടും ഓക്കെ ആകും. അങ്ങനെ പാലടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേയിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ തേയില ഏട്ടൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നമ്മൾ പാല് തിളച്ചതിന് ശേഷം തേയില ഇടാൻ പോയാൽ അധികം കടുപ്പം കിട്ടത്തില്ല. എനിക്ക് ഒരുപാട് കടുപ്പമൊന്നും വേണ്ട, ഒരു ലിമിറ്റഡ് കടുപ്പം മതി. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പാല് വെച്ചതിന് ശേഷം തേയില ആ കൂട്ടത്തിലിടും. പിന്നെ അത് കഴിഞ്ഞ് ആദർശിൻ്റെ പാലും കുപ്പി തിളപ്പിക്കാനായിട്ട് ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ തനൂട്ടിക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം വെക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അവൾക്കൊരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ വെക്കുന്നത്. ഈ ഒരു പാത്രത്തിലാണ് വെള്ളം വെക്കുക. ഇത് മാറ്റി വെച്ചതിന് ശേഷം തനൂട്ടിക്ക് കഴിക്കാനായിട്ടുള്ള അമൃതം പൊടിയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് കൂടുതലുണ്ടാക്കും, വേറൊന്നും കൊണ്ടല്ല. ആദർശം ഇടയ്ക്കൊന്ന് വന്ന് കഴിക്കും കേട്ടോ. മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും വലിയ തേട്ടമില്ല കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ആദർശിനുള്ള പാലും കൂടെ തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു പണിയൊക്കെ സെറ്റായി. അതിനൊരു സമാധാനമാണ്. രണ്ടുപേരെയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊരു സന്തോഷം കാണും. പിന്നെ രണ്ടുപേരെയും കുളിപ്പിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. തനുക്കുട്ടിയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. ആദർശ് പുറത്തുകൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് ആദർശിന് കുടിക്കാനായിട്ടുള്ള പാൽ ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് കേട്ടോ. ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇത് കുടിപ്പിച്ചതിന് ശേഷം അവനെ കിടത്തത്തുള്ളൂ. പിന്നെ രണ്ടുപേരും കുളിപ്പീരൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഞാനും പിള്ളേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.